നമ്മളെല്ലാവരും അക്ഷമയോടെ കാത്തിരുന്ന പെർഫോമൻസ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. കലാശക്കൊട്ട് നമ്മുടെ നമുക്ക് പാടാം. ഇവൻറ്റ് കണ്ടവരുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ പടകാളിയും അങ്ങനെ രണ്ട് പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഏത് ലെവൽ പെർഫോമൻസ് ആയിരുന്നു എന്ന്. അപ്പോൾ അതിന് ഇവർക്ക് കുറച്ച് സെറ്റപ്പ് ടൈം വേണം. അപ്പോൾ സെറ്റപ്പ് ടൈമിൽ നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളും കുറച്ച് കാര്യമായ ചോദ്യങ്ങളും എല്ലാം കൂടെ കോർത്തിണക്കി ഒരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഞാൻ ഒരു പാട്ട് പാടാം. ആ പാട്ടിൻ്റെ ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി. ഓക്കെ, ഈ പാട്ട് പാടിയതാര്, ഏത് മൂവിയിലെയാണ്? ആരോ വിളിച്ചു, ആരാണ് കാണുന്നില്ല കേട്ടോ. ആൻസർ പറയാനാണെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി. അശ്വതി മൈക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയോ? പാടിയത് അഞ്ജനയാണ്. അതായിരുന്നു എന്നെ വിളിച്ചത്. ആർക്കെങ്കിലും ആൻസർ അറിയോ? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഞാൻ സ്റ്റീഫന്റെ നമ്പർ തരുന്നതായിരിക്കും. വിളിച്ചു ചോദിച്ചാൽ സ്റ്റീഫൻ നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കും നല്ലൊരു സമ്മാനമായിട്ട്. കറക്റ്റ് ഉത്തരം പറയുന്ന ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ സ്റ്റീഫന്റെ അടുത്ത് ചെന്നാൽ മതി. ആർക്കും അറിയില്ല ആൻസർ? അറിയില്ല, ഞാൻ ഇവിടെ വരെ എത്തി. ആർക്കെങ്കിലും ആൻസർ അറിയോ? മഞ്ജു ആൻസർ പഴയ മൂവിയാണ്. രമ്യ ഗൂഗിൾ ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു. വാണി ജയറാം. മൂവിയുടെ പേര് ക്ലൂ തരാം. പാട്ടിൽ തന്നെ ഉണ്ട് ആ സിനിമയുടെ പേര്. തിരുവോണം. അവസാനം. അടിപൊളി. അപ്പൊ ഇനി സ്റ്റീഫൻ അവിടെ ചിരിക്കുന്നുണ്ട്. സ്റ്റീഫൻ ആദ്യത്തെ സമ്മാനം നമ്മുടെ രമ്യക്കാണ്. അടുത്തതായിട്ട് ഓണം റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? മഹാബലി ഒരു രാജാവായിരുന്നല്ലോ, അപ്പൊ ആ രാജാവിന്റെ പേരെന്തായിരുന്നു? ഇവിടെ ഒരു ഉത്തരം പറഞ്ഞു, മഹേഷ്. അപ്പുകുട്ടൻ. അപ്പുകുട്ടൻ. ഒരു രാജാവ് പേര് ശശി. ഇവിടെ നമുക്കൊരു ആള് വരുന്നുണ്ട്. മഹാബലിയുടെ പേരല്ലേ? ഇന്ദ്രസേനൻ. 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 സോറി. ഉത്തരം ശരിയാണ്. സൂപ്പർ സൂപ്പർ. ഓക്കെ, അടുത്തത് കുറച്ചുകൂടെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മഹാബലിയുടെ മുത്തശ്ശന്റെ പേരെന്താ? ഓക്കെ, ഇതാ ഇവിടെ ഒരാള്. പ്രഹ്ലാദൻ. കറക്റ്റ് ആണ്. അതെ, അവിടെ പ്രഹ്ലാദുണ്ട്. നിങ്ങൾ ക്ലൂ തരാൻ നിൽക്കുകയായിരുന്നു, ആർക്കും അറിഞ്ഞില്ലെങ്കിൽ. നമ്മുടെ ഇനി ഒരു കുസൃതി ചോദ്യമാണ്. കണ്ണ് കാണുന്നവരും കാണാത്തവരും ഒരേപോലെ കാണുന്നത് എന്താണ്? സ്വപ്നം. ശരി ഉത്തരം. ഓഡിയൻസ് ഭയങ്കര കിടുവാട്ടോ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. മന്ത്രിമാർക്ക് ഇഷ്ടമില്ലാത്ത പേര്. ഈ പേര് മന്ത്രിമാർക്ക് ഇഷ്ടമല്ല. രാജി. ഷോ, എല്ലാരും പഠിച്ചിട്ട് വന്നിരിക്കാണല്ലോ. എല്ലാരും ഫുൾ ടൈം ടി വിയിൽ ചളങ്ങാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിക്കുള്ളവരും വിക്കില്ലാത്തവരും ഒരുപോലെ പറയുന്ന വാക്ക്. ഉത്തരം ശരിയാണ്. ഉത്തരം കൊക്കക്കോള. ആഹാ, അത്രയ്ക്കായോ? എന്നാ പിടിച്ചോ. മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ ഉണ്ടെങ്കിൽ സച്ചിൻ എത്ര ദുൽഖർ ഉണ്ട്? 10. 10 ആണോ ആൻസർ? ആൻസർ 10.
ടെൻഡുൽക്കർ. ഈ സൈഡ് സ്കോർ ചെയ്തോണ്ടിരിക്കട്ടോ, ഈ സൈഡ് എന്താ സൈലന്റ് ആയിട്ടിരിക്കണേ? കൊളംബസിലുള്ളവർക്ക് ഇത്ര ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചില്ല. അടുത്ത തവണ ചോദ്യം കുറച്ചുകൂടി പിന്നെ അടുത്തൊരു ടങ് ട്വിസ്റ്റർ ചോദിക്കാം, ആരെങ്കിലും ട്രൈ ചെയ്യണം. 5 പ്രാവശ്യം അല്ല 10 പ്രാവശ്യം അല്ലേ, 10 പ്രാവശ്യം നിർത്താതെ പറയണം. ആദ്യത്തത് 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഒന്നും കൂടെ പറയാം, 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ആരാ ട്രൈ ചെയ്യുന്നേ? രമ്യ. ട്രൈ ചെയ്യുന്നോ? എന്നാ പ്രസിഡന്റിൽ നിന്ന് തുടങ്ങാം ആദ്യം. സ്റ്റീഫൻ തന്നെ ട്രൈ ചെയ്യും. അതൊരു നല്ല ഐഡിയ ആണ്. എല്ലാവർക്കും ഒരു മാതൃകയാവാൻ പ്രസിഡന്റ് തുടങ്ങണം എന്നാ പറയണേ. ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല? 10 തത്ത ചത്തു, Come ചത്ത on. തത്ത പച്ച. അരുൺ 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 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 10 തത്ത ചത്തു, ചത്ത. Awesome. അരുൺ അതുക്ക് മേലെ അടുത്തത്. ഇതാദ്യം ഞാൻ എനിക്ക് പറയാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. കളരിയിൽ ഒരു ഉരുളി, ഉരുളിയിൽ ഒരു മുരളി. കിട്ടി. കളരിയിൽ ഒരു ഉരുളി, ഉരുളിയിൽ ഒരു മുരളി. മുരളി ട്രൈ ചെയ്യുന്നോ? ഓക്കെ, മുരളി എന്നെ പറയട്ടെ. ഒന്ന് ട്രൈ ചെയ്യൂ. ഒന്നുകൂടെ പറ. കളരിയിൽ ഒരു ഉരുളി, ഉരുളിയിൽ ഒരു മുരളി. 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 ആരാണ് പറഞ്ഞത്? കണ്ടില്ല. എന്താ? ഗായത്രി. ഗായത്രി. ഗായത്രിയാണ്. ഓക്കെ, ഇവിടെ ഇന്ന് കാണുന്നില്ല. Okay, അടിപൊളി, കണ്ടു, അടിപൊളി. കണ്ടു. അടിപൊളി. ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. കുറച്ച് ബുദ്ധി ഉപയോഗിക്കണേ. ഒരു തോടിന്റെ കരയിൽ 5 കിളികൾ ഉണ്ടായിരുന്നു. ഓക്കെ, എത്ര കിളിയാ? 5 കിളി. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, അതിൽ 4 കിളി പറന്നുപോയി, ഒരു കിളി മാത്രം അവിടെ ഇരുന്നു. എന്തുകൊണ്ട്? ഈ ബുദ്ധിമനായ ആ ഒരു കിളിയാണോ ശബ്ദം ഉണ്ടാക്കിയത്? അല്ല. ഈ ബുദ്ധിപരമായ ചോദ്യത്തിന് സിമ്പിൾ ഉത്തരം കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിക്കണം. ആ കിളി ഡെഫാണ്. ആ കിളിക്ക് ചെവിയേക്കാൻ വയ്യ. അല്ല. കമോൺ ഗൈസ്, കമോൺ റ മഹേഷേ. കുറച്ചുകൂടി ബുദ്ധി വരട്ടെ. കുറച്ചുകൂടെ ചിന്തിച്ചു നോക്ക്. ആ ഒരു കിളി മാത്രം പറന്നില്ല, 4 കിളിയും പറന്നുപോയി. ആ കിളി ആരായിരുന്നു? ആ കിളിയാ വെടികൊണ്ട് ചത്തത്. വെടികൊണ്ട് ചത്തില്ല. ഞാൻ ശബ്ദം കേട്ടോന്നല്ലേ പറഞ്ഞുള്ളൂ, വെടിയുടെ ശബ്ദം എന്ന് പറഞ്ഞില്ലല്ലോ. 5 കിളിയില് ഒരു ശബ്ദം കേട്ടപ്പോ 4 കിളി പറന്നുപോയി, ഒരു കിളി മാത്രം അവിടെ തന്നെ ഇരുന്നു. എന്തുകൊണ്ട്? തോറ്റാ? ബസ്സിലെ കിളിയായിരുന്നു. ആരാണ് ബുദ്ധിമതി? ഏതാണ് ബുദ്ധിമതി? കാണുന്നില്ല. ആരാ പറഞ്ഞ? ഹോളി. രോഹിണിയോ? കാണുന്നില്ല. എവിടെയാണെങ്കിലും അടിപൊളി. കാല് പിടിച്ചു കഴിഞ്ഞാൽ കൂടെ വരും, ആരാണ് ഞാൻ? ചേട്ടന്റെ വീട്ടുകാര്. കാല് പിടിച്ചു കഴിഞ്ഞാൽ കൂടെ വരും, ആരാണ് ഞാൻ? കൊട. ലിൻഡ. ഓസം. അടുത്ത ചോദ്യം, 3 ഭർത്താക്കന്മാര് ഉണ്ട് എന്ന് പറയുന്ന നമ്പർ ഏതാണ്? 13. ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം ഏതാണ്? സാധാരണ പ്രവർത്തന സമയത്ത് എല്ലാം തുറന്നിട്ടില്ലേ ഇരിക്കുക. ഈ സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അടച്ചിടും. ഏത് സ്ഥാപനം? അണക്കെട്ട്. അല്ല.
ആ ഒരു കണക്കിന് അത് പക്ഷെ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, തുറന്നെടുക്കുകയും ചെയ്യും. അപ്പൊ അത് സ്റ്റിൽ പ്രവർത്തിക്കുമായിരിക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഉള്ള സമ്മാനം മുഴുവൻ നമ്മൾ എവിടെ കൊണ്ട് വെക്കും വിദ്യ അങ്ങനെ പോയാ? ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് അല്ല. ഹാ ശരി. ആ പിന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാലേ, കൊള്ളാം. അതും ഒരു നല്ല ആൻസറാ. ജയിൽ. ഓക്കെ, ഞങ്ങള് ഇവിടെ ഒരു ആൻസർ ആരോ പറഞ്ഞു, തിയേറ്റർ. ഞങ്ങൾ ഉദ്ദേശിച്ച ആൻസർ അതായിരുന്നു, തിയേറ്റർ. ആരാണ് ആൻസർ പറഞ്ഞത്? രജനിയാണോ? ആ രചന. അടുത്ത ക്വസ്റ്റ്യൻ, കലണ്ടറിൽ കാണുന്ന ഒരു അസുഖം. കലണ്ടറിൽ കാണുന്ന അസുഖം. മന്ത് ശരിയാണ്. ഓക്കെ, കണക്കിലെ 2 ശരീരഭാഗങ്ങൾ. നമ്മൾ കണക്കിൻ്റെ ഓരോ വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ 2 ശരീരഭാഗങ്ങളുണ്ട് കണക്കിൽ. ഏതൊക്കെയായിരിക്കും? അരാക്കാല്. ഓ ഭയങ്കര ക്വിക്കായിരുന്നല്ലോ. ആരായിരുന്നു? അയ്യോ, ലോയിഡ്. പ്രശാന്ത്. താങ്ക് യു. ലോയിഡ് റെഡിയായോ? അടുത്ത, ഓണം നമ്മുടെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കുറച്ച് ജനറൽ നോളജ് ആണ്. ഓണം ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം. ഏതെങ്കിലും ഒരു വർഷം ഗസ് ചെയ്യ്. 1960. 1961. ഉത്തരം ശരിയാണ്. പ്രിയ, വാവ്. 60 ആയിരുന്നു പറഞ്ഞത്. ഏതാണ്? 1960 പറഞ്ഞേ. 60 ആണോ പറഞ്ഞത്? ഒരു വർഷം പിന്നോട്ടായി. ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്ക്. അത് പ്രിയ മനസ്സിൽ വിചാരിച്ചത് 60-ലായിരുന്നു, പക്ഷെ അവർ ചെയ്തപ്പോൾ 61 പോയി. ഇറ്റ്സ് ഓക്കെ. ഹീൽ തുടങ്ങി, അതായത് HE എന്ന ലെറ്ററിൽ തുടങ്ങി HEയിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്. ഇറ്റ്സ് ബിഗിൻസ് വിത്ത് HE ആൻഡ് എൻഡ്സ് വിത്ത് HE. ഏത് ഇംഗ്ലീഷ് വേർഡാണ്? ഇത് ശരിക്കുള്ള ക്വസ്റ്റിനെ, കുസൃതിയല്ല. ഹിഹിന്നോ? ആരാ അത് പറഞ്ഞത്? ആളൊന്നും ഒന്ന് വരുമോ സ്റ്റേജിലേക്ക്? HE സ്റ്റാർട്ട്സ് വിത്ത് HE, എൻഡ്സ് വിത്ത് HE. ഏത് ഇംഗ്ലീഷ് വേർഡാണ്? നമ്മളെപ്പോഴും പറയുന്ന ഒരു, മലയാളത്തിലൊക്കെ സ്ഥിരം പറയുന്ന ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷാണത്. ഹർഷി. ഹർഷീസ് എന്നല്ലേ പറയാ? അതെ, അതല്ല. ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഓ വല്ലാത്തൊരു ആണ്. ഹെഡേക്ക്. കറക്റ്റ്. സൂരജ്. എന്താണ് പറഞ്ഞത്? ഇവർക്ക് 2 മിനിറ്റും കൂടെ വേണം സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഏതാ? Okay. ഒരു സ്ഥലപ്പേര് ആദ്യത്തെ 2 അക്ഷരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്നു. ആദ്യത്തെ 2 അക്ഷരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്നു. ആദ്യത്തെ 3 അക്ഷരം പ്രശസ്തമായ ഒരു കഥാപാത്രമാണ്. അവസാനത്തെ 2 അക്ഷരം ഒരു വൃക്ഷവുമാണ്. എനിക്കറിയാം. കട്ടപ്പന. ഉത്തരം ശരിയാണ്. ആരാണ് പറഞ്ഞത്? അതെ, പ്രശാന്ത്. വീണ്ടും പ്രശാന്ത് സ്കോർ ചെയ്തിരിക്കുകയാണ്. എന്താണ് ആൻസർ? പ്രശാന്തിന്റെ വൈഫ് സ്കോർ ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ അതെ, കട്ടപ്പനയാണ്. കട്ട, ആദ്യത്തെ 3 അക്ഷരം കട്ടപ്പ, ആ പ്രശസ്തമായ കഥാപാത്രം. അവസാനത്തെ 2 അക്ഷരം പന, ആദ്യത്തെ 2 അക്ഷരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന കട്ട. ഗുഡ് ജോബ്. ഒരു ടങ് ട്വിസ്റ്റൂടെ നോക്കാം. ത്രിവിക്രമന്റെ അക്രമങ്ങൾ. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. അക്രമങ്ങൾ. അതിക്രമങ്ങൾ. അതിക്രമങ്ങൾ. ആരെങ്കിലും ട്രൈ ചെയ്യാനുണ്ടോ? ആ ധൈര്യശാലി കടന്നു വരൂ. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. പ്രഹ്ലാദ് തന്നെ try ചെയ്യണത്. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. ഇച്ചിരി പോട്ടെ ദിലൻ. അടിപൊളി ഡിലൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഖാദർ മാഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു, പക്ഷെ തോർത്ത് പുറത്തായിരുന്നു. എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ച് തോർത്തി പോന്നു. എങ്ങനെ? ഖാദർ മാഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു, പക്ഷെ തോർത്ത് പുറത്തായിരുന്നു. എന്നിട്ടും അയാൾ പരസഹായം കൂടാതെ കുളിച്ച് തോർത്തി പോന്നു. എങ്ങനെ? ആൻസർ പറഞ്ഞു തോർത്ത് സ്വന്തം പുറത്തായിരുന്നു. കറക്റ്റ്. ആരാണ്? പ്രശാന്ത്. നിങ്ങൾ രക്ഷ, നിങ്ങൾ ഫുൾ ടൈം ഇതിന്റെ പുറത്താണല്ലേ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. എനിക്ക് വേണമെങ്കിൽ ഞാനും പുള്ളിയും ഒരേ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഇത് തപ്പിക്കൊണ്ടിരിക്കണേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ. ആ ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചേ. എല്ലാരും ഫുൾ ഗൂഗിളിലാണ്. ഇറച്ചി ചേർക്കാത്ത മന്തി. ഇറച്ചി ചേർക്കാത്ത മന്തി. ചമ്മന്തി. ഉത്തരം കറക്റ്റ് ആണ്. ആരാണ് പറഞ്ഞ്? സിമ്പിള്. കൃഷ്ണ, കൃഷ്ണ. കൃഷ്ണ. ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കിളി. ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കിളി ഏതാണ്? വെട്ടുകിളിയാണോ? ഏതാണ്? വെട്ടുകിളിയാണോന്ന്? വെട്ടുകിളി. വെട്ടുകിളി. ഉത്തരം കറക്റ്റ് ആണ്. അതും ഇവിടുന്ന. വീണ്ടും പ്രശാന്ത്. ഓക്കെ, ഇനി പ്രശാന്തിന് അവസരം കൊടുക്കരുത് കേട്ടാ. നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരം മൊത്തം അവിടെ അറിയാം. റെഡിയായോ? Okay, yeah, perfect.